അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആദ്യത്തെ അധ്യായമേതാ? വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ അധ്യായമേതാണ്? ഇരിക്കുന്ന എല്ലാവർക്കും അറിയുമല്ലോ. ഖുർആൻ ശരീഫ് എടുത്ത് കയ്യിലോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പുറം ചട്ടയൊന്ന് മറിക്കുമ്പോ ആദ്യം കാണുന്ന അധ്യായമേതാണ്? സൂറത്തുൽ ഫാത്തിഹയല്ലേ? സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രാരംഭ അധ്യായമാണ്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ പ്രാരംഭ അധ്യായമെന്നാണ്. ഏതൊരു പുസ്തകത്തിനും അതിനൊരു ആമുഖമുണ്ടാകും. ഏതൊരു പുസ്തകത്തിനും ഒരു ആമുഖമുണ്ടാകും. 250 പേജുള്ള ഒരു ബുക്ക് നിങ്ങൾ എടുക്കുവോ, അതിന്റെ ആദ്യത്തെ പേജ് ആമുഖം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ആമുഖം എന്ന ഒറ്റ പേജ് നിങ്ങൾ വായിച്ചാൽ 250 പേജിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഈ ഒറ്റ പേജിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, ഈ 250, 350, 100 പേജുകളുള്ള ബുക്കുകളുടെ ആമുഖ പേജാകുന്ന ഒരൊറ്റ പേജിലൂടെ ഈ പേജുകളുടെ ഉള്ളറകളിലുള്ള സർവ്വതും നിങ്ങൾക്ക് തിരിച്ചറിയാം. അത് വായിക്കുമ്പോ ഇതിനകത്ത് എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അത് തന്നെയാണ് ഫാത്തിഹ. ഫാത്തിഹ ഒരാള് ബിസ്മി മുതൽ ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ എന്ന ഭാഗം വരെ ഒന്ന് പഠിക്കേണ്ട രീതിയിൽ പഠിച്ച പുത്തൂരൊരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിനകത്ത് പരാമർശിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളെ പറ്റിയും അല്ലാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ഓർമ്മപ്പെടുത്തലെന്നോണം ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണേ, ഉറങ്ങാതെ ഒന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ 6660 ചില്ലുവാനും വരുന്ന ആയത്തുകളിൽ 114 അധ്യായങ്ങളുടെ ഉള്ളടക്കമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു തആല പറഞ്ഞതെന്താണ്? ഖുർആനിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹു ഫാത്തിഹയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാനൊന്ന് പറഞ്ഞു തരാം, വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ വിഷയം വിശാലമാണ്, സമയം കുറവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുമ്പോ നമ്മൾ ഓടുന്നത് അവിടെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവേ ആരാണെന്ന് ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അല്ലാഹ് ആരാണെന്ന് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബിസ്മിയുടെ അർത്ഥം നമുക്കറിയോ സഹോദരങ്ങളെ? ആർക്കാണ് ബിസ്മിയുടെ അർത്ഥം അറിയുക? ആരാണ് ബിസ്മിയെ പറ്റി ഒന്ന് പഠിച്ചിട്ടുള്ളത്? ലോകത്തുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളുടെയും ഏടുകളുടെയും പടച്ചവന്റെ കലാമുകളുടെയും സംജ്ഞയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ലോകത്ത് വന്നിട്ടുള്ള സബൂർ, ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ട സബൂർ, ഈസാ നബിക്ക് ഇറക്കപ്പെട്ട ഇൻജീൽ, മൂസാ നബിക്ക് ഇറക്കപ്പെട്ട തൗറാത്ത്, മുഴുവൻ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട ഏടുകൾ, ഇതെല്ലാത്തിന്റെയും ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു സത്തയാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിനകത്തുള്ള മുഴുവനും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയത് ഫാത്തിഹയിലാണ്. ഈ ഫാത്തിഹയിലുള്ളതെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ട ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഏത് കാര്യം തുടങ്ങുമ്പോൾ നീ ബിസ്മി ചൊല്ലിയിട്ട് ആരംഭിക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും ഓതിയിട്ട് ആരംഭിക്കുന്നതിന് തുല്യമല്ലേ? തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ, തന്റെ പ്രിയപ്പെട്ടവരുടെ ചാരത്ത് ചെല്ലുമ്പോ, തന്റെ ഭാര്യയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോ, അവന് ശാരീരിക ബന്ധത്തിന്റെ ഊഷ്മളതയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവനെ ബിസ്മി ചൊല്ലിയിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ, ബിസ്മി ചൊല്ലിയിട്ടാണ് ആ ഭാര്യയെ തൊടുന്നതെങ്കിൽ അല്ലാഹു അതിലുണ്ടാകുന്ന സന്താനങ്ങളെ ഏറ്റവും നല്ല സന്മാർഗികളായി മാറ്റുമെന്നല്ലേ? അതല്ല ബിസ്മി ചൊല്ലാതെയാണ് തന്റെ ഭാര്യയെ തൊട്ടതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? ഇൻദവ ശൈത്താനു വലാ യഹ്ലീലിഹി. അവനോടൊപ്പം അവന്റെ ഭാര്യയെ ശാരീരികമായി വേൽക്കുന്നത്, അവന്റെ ഭാര്യയെ ശാരീരികമായി ബന്ധപ്പെടുന്നത് ശൈത്താനും കൂടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ജാഗ്രതയോടെ കേൾക്കണേ സഹോദരങ്ങളെ. മക്കൾ എന്താണ് പിഴച്ചു പോകുന്നത്? എന്തേ നാളെ ഇവിടെ വരദാനങ്ങൾ പിഴച്ചു പോകുന്നത്? നാളത്തെ മക്കൾ എന്തേ പിഴച്ചു പോകുന്നത്? ഇന്നത്തെ സമുദായത്തിന്റെ മക്കൾ എന്താ പിഴച്ചു പോകുന്നത്? അതാണ് ഞാൻ ആദ്യമായി ഓതിയ ഒരു ഹദീസ് ഉണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ
പറയുന്ന ലോകാവസാനമായ ഒരു പട്ടിക്കുട്ടിയെ വളർത്തലാണ് സ്വന്തം മകനെ വളർത്തുന്നതിനേക്കാൾ ഖൈറെന്ന് പഠിപ്പിച്ചതാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏതോ നിന്റെ മോനെ വളർത്തുന്നതിനേക്കാ, അവനെ ചെല്ലും ചെലവും വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നതിനേക്കാ നായക്കുട്ടിയെ ഏതെങ്കിലും തെരുവിൽ നിന്നെടുത്ത് വളർത്തുന്നതാണ് അഭികാമ്യമെന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ടാ? ഈ മകനെ വളർന്നു വന്നാലും മുതിർന്നവനോട് ബഹുമാനമില്ല, പിഞ്ചു കുഞ്ഞുങ്ങളോട് കരുണയില്ല, മുതിർന്നവരോട് ബഹുമാനമില്ല, പ്രായത്തിൽ കുറഞ്ഞവരോട് കാരുണ്യമില്ല. ആ ഒരു കാരണം കൊണ്ടാണ് നിന്റെ മക്കളെ വളർത്തുന്നതിനേക്കാ പട്ടിക്കുട്ടിയെ വളർത്തണമെന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ ചിന്തിക്കണേ, പട്ടിക്കുട്ടിയെടുത്ത് വളർത്താനുള്ള പ്രേരണയില്ല. തന്റെ മകനെ വളർത്തുമ്പോ, തന്റെ മകളെ വളർത്തുമ്പോ, തന്റെ പ്രിയപ്പെട്ട മക്കളെ വളർത്തിയെടുക്കുമ്പോ നന്നായിട്ട് വളർത്തണമെന്ന പ്രവാചകന്റെ അധ്യാപനത്തിന്റെ ഏറ്റവും വലിയ അർത്ഥതലമാണ് ആ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെട്ടതെങ്കിൽ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ അനുസരണയില്ലാത്തവരാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ സഹോദരങ്ങളെ. ബിസ്മി എന്ന് പറഞ്ഞാൽ അല്ലാഹു ആരാണ് എന്ന് പരാമർശിക്കുന്ന ആയത്താണ്. പടച്ചവൻ ആരാണെന്ന് പറയുന്നതാണ് ബിസ്മി എന്ന ആയത്തിലൂടെ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ആയത്തേതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ആയത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എന്തെന്നറിയോ? മുഴുവൻ ലോകങ്ങളെ പറ്റിയുമല്ല പരിചയപ്പെടുത്തുകയാ. 5 ലോകങ്ങളാണ് അല്ലാഹു പടച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ലോകം ആത്മാക്കൾ മാത്രമുള്ള ആലമുൽ അർവാഹാണ്. അത് കഴിഞ്ഞിട്ട് ആലമുൽ അർഹാം എന്ന ഉമ്മാന്റെ ഗർഭാശയ ലോകമാണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലോകമാണ് ആലമുൽ അജ്സായി, ദുനിയാവിന്റെ ലോകം. അത് കഴിഞ്ഞാൽ ആലമുൽ ബർസഖി, ഖബറിന്റെ ലോകമാണ്. അത് കഴിഞ്ഞാൽ ആലമുൽ ആഖിറ, അചിന്തനീയമായ, അവാച്യമായ, അവർണ്ണനീയമായ അല്ലാഹുവിന്റെ പരലോകമെന്ന ലോകത്തിനെ അല്ലാഹു 5ാമതായി പടച്ചത്. ഈ ലോകങ്ങൾ മുഴുവനും അല്ലാഹു പരാമർശിക്കുന്നത് ഈ ഒരൊറ്റ ചെറിയ ആയത്തിലൂടെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, അത് കഴിഞ്ഞാൽ അല്ലാഹു തൊട്ടടുത്ത ആയത്തിലൂടെ പരിചയപ്പെടുത്തിയതെന്നറിയോ? അർറഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹ്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നറിയോ? ലോകത്ത് 2 തരം പൗരന്മാരുണ്ടെന്നുള്ള പരിചയപ്പെടുത്തുകയാ. അവനെ വഴിപ്പെടുന്നവരുണ്ട്, അവനെ വഴിപ്പെടാതെ നന്ദികേട് കാണിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് നന്ദി കാണിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഏറ്റവും വലിയ നന്ദികേടിന്റെ രൂപങ്ങളായ ആളുകളുമുണ്ട്. അത് പരിചയപ്പെടുത്താൻ അല്ലാഹ് പറഞ്ഞതാണ് അർ-റഹ്മാനിർ റഹീം. അത് കഴിഞ്ഞാൽ പരലോകത്തെ പറ്റി പറയുകയാണ്. മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ എന്ന ആയത്ത് പരലോകത്തെ പറ്റിയാണ്. അത് കഴിഞ്ഞാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലൂടെ മനുഷ്യൻ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണമെന്നതിനെ പറ്റി സൂചിപ്പിക്കുകയാ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവിന്റെ ഭൂമിയിൽ പടച്ചതമ്പുരാനെ അനുസരിക്കുന്ന വിഐപികളുണ്ട് എന്ന ഹിദായത്ത് ലഭിച്ച ആളുകളുണ്ടെന്ന സൂചനയാണ്. അത് കഴിഞ്ഞുള്ള ആയത്തുകൾ മുഴുവൻ ചരിത്രങ്ങളാണ് പറയുന്നത്. നമ്മുടെ വിഷയമതല്ല. അത് വിശാലമായി പറയാനുള്ള സമയവും നമുക്കില്ല. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നത് ഖുർആനിന്റെ ആദ്യത്തെ അധ്യായ സൂറത്തുൽ ഫാത്തിഹയാണ്. ആ ഫാത്തിഹ ഏതൊരു പുസ്തകത്തിന്റെയും ആമുഖ പേജ് പോലെ അല്ലാഹു ഖുർആനിനകത്തുള്ള ഉള്ളടക്കത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഫാത്തിഹ മാറ്റിയതാ. അത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആനിലെ ആദ്യത്തെ അധ്യായത്തിന്റെ പേരേതാ? ഫാത്തിഹ മാറ്റി വെക്കി. ഫാത്തിഹയിൽ അല്ലാഹു തആല ഖുർആനിനകത്തുള്ള സർവ്വതിനെ സംബന്ധിച്ചും അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞാലുള്ള ആ അധ്യായത്തിന്റെ പേരെന്താ? ഞാൻ പറയുന്നത് റബ്ബാണ് പടച്ചവൻ. അല്ലാഹു റബ്ബാണ്. നിങ്ങളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകരുത്. ആലിമീങ്ങളെ കണ്ടും ദീനീ ബോധവും മതബോധവും ഖുർആനുമായിട്ടുള്ള സാദാത്യങ്ങളുമായിട്ടുള്ള ബന്ധവുമുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ എളുപ്പമാണ്. അവർക്ക് സൂചന മതിയാകും. അൽ ആഖിലു തക്ഫീഹി അൽ ഇശാറത്തു.
ബുദ്ധിമാന് സൂചന മാത്രം മതിയാകും. അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലകളിലൊക്കെ പ്രസംഗിക്കാൻ വളരെ സുഖമാണ്. കാരണം കാര്യം നമ്മൾ അങ്ങ് പറഞ്ഞു പോയാൽ മതി. അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ നല്ല മെമ്മറി ഉള്ളവരാണ്. നിങ്ങളെ സുഖിപ്പിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളെന്നൊന്നും കിട്ടാൻ വേണ്ടി സുഖിപ്പിക്കുന്നൊന്നുമല്ല. അങ്ങനെയാണ് മലപ്പുറം ജില്ല. അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ അധ്യായത്തിന്റെ പേരേതാ? ഫാത്തിഹ കഴിഞ്ഞാൽ ബക്കറ. ബക്കറ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പശു. പശു മൃഗമല്ലേ? മൃഗം. ഏറ്റവും അവസാനത്തെ അധ്യായത്തിന്റെ പേരെന്താ? നാസ്. അർത്ഥം മനുഷ്യൻ. ഇപ്പൊ മനസ്സിലായ? റബ്ബ് അല്ലാഹു ആണെന്ന്. അള്ളാഹു എന്തുകൊണ്ട് റബ്ബെന്ന അവന്റെ പേരിനെ ഖുർആനിന്റെ ആദ്യം പറഞ്ഞെന്ന് മനസ്സിലായോ? റബ്ബെന്ന് പറഞ്ഞാൽ പടിപടിയായി, സ്റ്റെപ്പായി, ആവശ്യാനുസരണം അള്ളാഹു താല കാര്യങ്ങളെ കൊണ്ടുവന്ന് അവൻ ഏറ്റവും സമ്പൂർണനാക്കി മാറ്റുന്നവനെന്നാണ് റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം. അള്ളാഹു എന്തിനാണ് ഖുർആനിന്റെ ആദ്യം നിങ്ങൾക്ക് ധാർമ്മികത വേണമെന്ന് പറഞ്ഞിട്ട് തൊട്ടടനെ അള്ളാഹു താല അവന്റെ നാമങ്ങളിൽ വേറെ ഒരു നാമവും പറയാതെ റബ്ബി എന്ന നാമം പറയാനുള്ള കാരണം, സഹോദരങ്ങളെ, മൃഗം ആദ്യം പറഞ്ഞു, ഏറ്റവും ഒടുവിൽ മനുഷ്യൻ എന്ന അധ്യായം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഖുർആനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമെങ്കിൽ അവൻ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് അവൻ എത്തിച്ചേരാൻ കഴിയും എന്നാണ്. നമ്മളൊക്കെ ഇപ്പൊ മൃഗങ്ങളാണ്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. വേണമെങ്കിൽ തെളിയിച്ചു തരാം. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ മൃഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞല്ലോ, ഉലൈക കൽ അൻആം. ചില ആളുകൾ നാൽക്കാലികളെ പോലെയാണ്. അല്ല, നാൽക്കാലികളെന്ന് നമ്മെ പറഞ്ഞാൽ കഴുതയ്ക്ക് നാണക്കേടാ, പന്നിക്ക് നാണക്കേടാണ്, നായയ്ക്ക് നാണക്കേടാ. നമ്മളോട് ആ മൃഗങ്ങളെ തുലനം ചെയ്താൽ ആ മൃഗങ്ങൾക്ക്, ഇരുകാലികൾക്ക്, നാൽക്കാലികൾക്ക് നാണക്കേടാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഒരു സ്റ്റെപ്പ് കൂടി താഴോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, ബൽഹും അളല്ലൂ, മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവനാണ് മനുഷ്യനത്രേ. മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവനാണ് മനുഷ്യനത്രേ. ഈ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരികയാണ്. സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ പ്രതിജ്ഞയെടുക്കുന്നവരുണ്ടായാൽ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേക്ക് ആവാഹിക്കാൻ തീരുമാനിക്കുന്നവർ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നല്ല മനസ്സ് കാണിക്കുന്നവർ, ഖുർആൻ പഠിക്കണമെന്ന താല്പര്യത്തോടെ രംഗത്ത് വരുന്നവർ, ഖുർആനിന്റെ മജ്‌ലിസുകളെ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ഉദാത്തമായ ഒരു മതവിജ്ഞാന സരസായി, മതവിജ്ഞാന വേദിയായി, ഖുർആനിന്റെ വേദിയായി കാണുകയുന്ന മനുഷ്യര്, ആ മനുഷ്യനെ അല്ലാഹു എവിടെയാണ് എത്തിക്കുന്നതെന്നറിയോ? മനുഷ്യത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. മൃഗതുല്യനായി ജീവിക്കുന്നവനെ മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാറ്റലോഗായ, നമ്മുടെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിനെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ ഖുർആനിനെ നമുക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? എന്നെയും നിങ്ങളെയും നാളെ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞ് 3 കെട്ടും കെട്ടിയിട്ട് 6 കാലുള്ള കട്ടിലെടുത്ത് കിടത്തിയിട്ട് പള്ളിക്കാടിന്റെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് അതിലേക്ക് 10 പലക നിരത്തിയിട്ട് 3 പിടി മണ്ണും വാരിയിട്ട് 2 മീസാങ്കല്ലും നാട്ടി പോകുമ്പോ, സഹോദരങ്ങളെ, മലക്കുകൾ നമ്മുടെ ചാരത്തണയുകയാ. എന്നിട്ട് ആ മലക്ക് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചോദ്യമേതെന്നറിയോ? വമാ ഇമാമുക, നിന്റെ ഇമാമാരാണ്? നിന്നെ നയിച്ചതാരാണ്? നിന്റെ മാർഗദർശനം നൽകിയതാരാ? നിന്നെ ദിശാബോധം നൽകിയതാരാ? നിന്നെ നന്നാക്കിയതാരാ? നിനക്ക് സത്യമേത് അസത്യമേതെന്ന് പറഞ്ഞു തന്നതാരാ? ധർമ്മമേത് അനർമ്മമേതെന്ന് പറഞ്ഞു തന്നതാരാ? നീതിയും അനീതിയും തമ്മിൽ വ്യത്യസ്തമായി കാണിച്ചു തന്നതാരാ? ഇത് ചോദിക്കുന്ന സമയത്തിന്റെ സഹോദരങ്ങള്, നമ്മളുടെ ഇമാമ ഏതെന്ന് ചോദിക്കുമ്പോ, മരിക്കുന്ന സമയത്ത് മഹല്ലത്തിന്റെ ഉത്തരവാദിത്വമുള്ള ഇമാമിന്റെ പേരല്ല പറയേണ്ടത്. മരിക്കുന്ന സമയത്ത് നീ ഏതൊരു മഹല്ലിലാണോ അംഗത്വം ഉണ്ടായിരുന്നത്, ആ അംഗത്വമുള്ള മഹല്ലിന്റെ ഇമാമിന്റെ പേരല്ല ഖബറിനകത്ത് പറയേണ്ടത്. ചെറുപ്പക്കാരാ, നിനക്ക് പറയാൻ കഴിയണം ആരാണ് എന്റെ ഇമാമ്, എന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോ, സഹോദരങ്ങളെ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ പേരല്ല പറയേണ്ടത്. വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു നമുക്ക് നൽകിയ
മഹാന്മാരായ രണ്ട് ഇമാമിങ്ങളുടെ പേരല്ല പറയേണ്ടത്, നമ്മുടെ മഹല്ലത്തിന്റെ ഇമാമിന്റെ പേരല്ല പറയേണ്ടത്, നമ്മുടെ മഹല്ലിന്റെ ഖാലിയുടെ പേരല്ല പറയേണ്ടത്, നമ്മൾ അനുസരിക്കുന്ന വിശ്വസിക്കുന്ന നമ്മളെ ചേർന്ന് നിൽക്കുന്ന സംഘടനയുടെ നേതാക്കന്മാരുടെ പേരല്ല പറയേണ്ടത്. ഖബറിനകത്ത് ചെല്ലുമ്പോ ചോദിക്കുകയാണ്, നിന്റെ ഇമാമാരാ, നിന്നെ നയിച്ചതാരാ, നീ ആരാണ് നിന്നെ നന്നാക്കിയത്, ആ സമയത്ത് നീ ആരുടെ ജീവിതമാണ് അന്വർത്ഥമാക്കിയത്, ഏത് കണ്ടിട്ടാണ് നീ നന്നായി ജീവിച്ചത്, നിനക്ക് ഏതാണ് സത്യമെന്ന് പറഞ്ഞിരുന്നെന്ന് ചോദിക്കുമ്പോ മടികൂടാതെ നമുക്ക് പറയാൻ കഴിയണം, എന്റെ സഹോദരങ്ങളെ, വൽ ഖുർആനു ഇമാമീ, എന്റെ ഇമാം എന്റെ ഖുർആനാ, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എന്റെ ഇമാമെന്ന് പറയണ്ടേ സഹോദരങ്ങളെ. നാളെ ഖബറിനകത്ത് ചെല്ലുമ്പോ മുൻഗാമികളൊക്കെ ചോദിക്കപ്പെട്ട ചോദ്യമാ, ഇന്നലകളിൽ മരണപ്പെട്ടവർ ചോദിക്കപ്പെട്ട ചോദ്യമാ, നാളെ ഞാനും നിങ്ങൾ മരണപ്പെടുമ്പോഴും അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ ചോദിക്കുന്ന ചോദ്യമാ, ആരാണ് നിന്റെ ഇമാമെന്ന് ചോദിക്കുമ്പോ ഇടറാതെ പതറാതെ ചുണ്ടുകൾ വിറയ്ക്കാതെ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കാതെ ദാടിയെല്ലുകൾ വിറയ്ക്കാതെ മറുപടി പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഇമാം ഖുർആനാണെന്ന ഭൂമി ലോകത്ത് വെച്ച് ഈ ദുനിയാവിൽ വെച്ച് ഞാനും നിങ്ങളെ ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? എന്റെ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇമാം ഖുർആനാണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ധാർമ്മികമായിട്ടാണോ ചെയ്യുന്നത്? അള്ളാഹു നമ്മളെ എത്തിച്ചത് മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലാക്കാണോ എന്ന് നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ ജീവിതത്തെ ഒരു പരിശോധന നടത്തണ്ടേ? എവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്? നാലു ഭാഗത്ത് സങ്കീർണമായ നാറുന്ന പ്രശ്നങ്ങളാ. ഇവിടെയും നമ്മുടെ ജീവിതത്തിൽ എവിടെയും സഹോദരങ്ങളെ ഇരുളുകളാ. ഏതു ഭാഗത്തും അധർമ്മമാ, എവിടെയും അസത്യമാ, എവിടെയും അരാജകത്വമാ, എവിടെയും ദലാലിയത്താണ്, എവിടെയും ലലാലിയത്താണ്, എവിടെയും ജഹാലിയത്താണ്, എവിടെയും തുറഞ്ഞു തുള്ളുന്നത്. ഇതിനിടയിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയണം മനുഷ്യനായിട്ട്. അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവനെ നാളെ ഖബറിൽ കിടക്കുമ്പോ എന്റെ ഖുർആനാണ് എന്റെ ഇമാം, എന്റെ വഴികാട്ടി എന്ന് പറയാൻ അവന് കഴിയുകയുള്ളൂ. ആ ഈമാനുള്ള ആ ഒരു ഖുർആൻ നമ്മുടെ ഇമാമാണ് എന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച മുഅ്മിനല്ലാതെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറയുകയാ, ഖുർആൻ നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല അവതരിച്ചത്, നമുക്ക് വേണ്ടിയിട്ടാണ് പടച്ചവന് ഖുർആൻ അവതരിപ്പിച്ചതെന്നത്, നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്നത്. ഒരൊറ്റ ഉദാഹരണം ഞാനൊന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ. മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്ന ഖുർആൻ എന്ന് പറഞ്ഞല്ലോ, അതിന് ഏറ്റവും വലിയ തെളിവ് എവിടെയാണ് പോകേണ്ടത്? ഈ കാലഘട്ടത്തിൽ ഇവോൺ റിട്ലി മുസ്ലിമായി, ഹീദർ മാത്യൂസ് മുസ്ലിമായി, അതുപോലെ തന്നെ മോറിസ് ബുക്കായി മുസ്ലിമായി, അതുപോലെ എത്ര ആളുകളാണ് ഇസ്ലാമിലോട്ട് കടന്നു വന്നത്. ആ കടന്നു വന്ന കാഷീസ്കളെ പോലെ, യൂസുഫ് അൽ ഇസ്ലാമിനെ പോലെ, കാശീബനെ പോലെ, കമലാ സുരയ്യെന്ന മാധവിക്കുട്ടിയെ പോലെ ഇസ്ലാമിലോട്ട് കടന്നു വന്നവരുടെ പേരുകൾ നമ്മൾ പറയുമ്പോൾ സഹോദരങ്ങളെ, ഖുർആൻ മൃഗത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഈ തെളിവ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുമ്പോ സഹോദരങ്ങളെ, നമുക്ക് അത്ഭുതത്തോടെ നോക്കി കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ. മൃഗതുല്യനായി ജീവിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ വലിയ മലമടക്കുകളിൽ ആട്ടിൻപറ്റങ്ങളെയും ഒട്ടകക്കൂട്ടങ്ങളെയും കൊണ്ടുപോയ മനുഷ്യനാ. യുവത്വത്തിന്റെ ഏറ്റവും നല്ല പ്രസരിപ്പിലേക്ക് എത്തിയപ്പോ, യുവകോമളനായി മാറിയപ്പോ, സിറിയയിലേക്കും യമനിലേക്കും ഷാമിലേക്കും ബസറയിലേക്കും കൂഫയിലേക്കും വലിയ വലിയ പട്ടുവസ്ത്ര വ്യാപാരിയായി പറന്നു നടന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനാരാ? ഖത്താബിന്റെയും ഹംദമയുടെയും മകനായി ജനിച്ച മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ആരായിരുന്നു ഉമർ എന്നറിയോ? പടച്ചവൻ തന്നെയാണ് സത്യം. ഉമറിനെ പോലെ ഈ പുത്തൂരുള്ള ഒരു ചെറുപ്പക്കാരനുമില്ല, ഈ പുത്തൂരുള്ള ഒരു പെങ്ങളുമില്ല. ഉമർ ആരായിരുന്നല്ലേ സഹോദരങ്ങളെ? ഒരു കാലഘട്ടത്തിൽ ഉമർ ആരായിരുന്നു? ഇന്ന് പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ഉംറ ചെയ്യുന്നവർക്കറിയാം. മിസ്ഫല എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, നിങ്ങൾക്കറിയുമല്ലോ. ആ മിസ്ഫല എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരൂ?
കഅബാലയത്തിന്റെ ബാബ് മലിക് ഫഹദിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന റോഡ് മിസ്ഫലയാണ്. അവിടെ വലുതായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജബൽ ഉമർ. ഇന്നിവിടെ വലിയ സ്ഥാപനങ്ങളായി പോയി, വലിയ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളായി. ഈ ജബൽ ഉമർ എന്ന് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പർവ്വതമാണ്. ആ പർവ്വതത്തിന് ഒരു വലിയ കഥ പറയാനുണ്ട് പെങ്ങളെ, ഒരു വലിയ കഥ പറയാനുണ്ട് ചെറുപ്പക്കാരാ. ഈ പർവ്വതത്തിന്റെ മുകളിൽ ഊരിപ്പിടിച്ച വാളും പിടിച്ചുകൊണ്ട് കാട്ടാളനായ ഉമർ ഇരിക്കുമായിരുന്നു. അന്ന് ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങിയില്ല, അന്ന് മനുഷ്യനാകിട്ടില്ല, മൃഗമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇന്നും നമ്മൾ മൃഗമാണ്. നമുക്ക് മനുഷ്യത്വത്തിലേക്ക് പോകണ്ടേ സഹോദരങ്ങളെ, അന്നാസിലേക്ക് നമുക്ക് എത്തണ്ടേ. ഇപ്പോഴും നമ്മൾ അൽബക്കറയിലല്ലേ കിടക്കുന്നത്, ഇപ്പോഴും നമ്മൾ മൃഗത്തിലല്ലേ ജീവിക്കുന്നത്, മൃഗീയമായിട്ടല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സമ്പൂർണമായ മനുഷ്യത്വത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ഈ പ്രസംഗം ഉപകരിക്കട്ടെ, ഈ പ്രഭാഷണം, ഈ രാപ്രസംഗം ഉപകരിക്കട്ടെ സഹോദരങ്ങളെ. ഒരു കാര്യം നിങ്ങൾ പഠിച്ചോ, ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഉമർ ഈ വഴിത്താരയിലൂടെ താഴ്വരയിലൂടെ പോകുന്ന കച്ചവടക്കാരെ പിടിച്ചു നിർത്തിയിട്ട് അവിടെ മടിശീലയിലും തുണിശീലയിലുമുള്ള സമ്പത്ത് കൊള്ളയടിക്കുമായിരുന്നു. പണം പിടിച്ചു പറിച്ചിട്ട് വെറുതെ വിടുമോ? ഇല്ല ഇല്ല, ആ മനുഷ്യനെ അങ്ങ് കൊന്നു കളയുമായിരുന്നു. പതിവ് പോലെ പാറപ്പുറത്തിരിക്കുന്ന ഉമർ നോക്കുമ്പോ ഒരു പാവപ്പെട്ടവനാണ് നടന്നു പോകുന്നു. ഓടിച്ചെന്നവനെ തടഞ്ഞു നിർത്തിയിട്ടവന്റെ കയ്യിലുള്ളത് പിടിച്ചു പറിച്ചു. എന്നാൽ അവന്റെ കയ്യിലോ മടിശീലയിലോ ഒരു നയാ പൈസ ഇല്ല. അവസാനം ദേഷ്യം വന്ന ഉമർ എന്ത് ചെയ്തെന്നറിയോ? ആ മനുഷ്യനെ വകവരുത്തുകയാ. ആ മനുഷ്യനെ വകവരുത്തുമ്പോൾ തന്റെ വാളിൽ ആ മനുഷ്യന്റെ ചോര പുരളുകയാ. രക്തം തന്റെ വാളിൽ, തന്റെ ഗഡ്ഗത്തിൽ മിന്നിത്തിളങ്ങുന്ന വാളിൽ ആ ചോര പറ്റിയപ്പോൾ പെട്ടെന്ന് ഉമർ ചെയ്തതെന്തെന്നറിയോ? ആ മനുഷ്യന്റെ കമ്പൂറ വലിച്ചുരിഞ്ഞു, ആ മനുഷ്യന്റെ തുണി വലിച്ചുരിഞ്ഞിട്ട് തന്റെ വാള് തുടയ്ക്കുകയാ. അങ്ങനെ ആ തുണി വലിച്ചുരിയുമ്പോ എത്രയോ കണ്ടം വെച്ച തുണിയാ, എത്രയോ തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്ന വസ്ത്രമാ. ഉമറിന്റെ വാളിൽ പറ്റിയ ചോര തുടയ്ക്കാൻ പോലും നിന്റെ കയ്യിൽ വസ്ത്രമില്ലേടാന്ന് ചോദിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ വീണ്ടും വീണ്ടും വെട്ടുകയാ. കബന്ധമായി കിടക്കുന്ന, ശവമായി കിടക്കുന്ന, ചേതനയറ്റ് കിടക്കുന്ന മനുഷ്യനെ കലിതീരാതെ വീണ്ടും വെട്ടുകയാ. ആ ഉമർ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോ, ഹൃദയത്തിൽ ഖുർആനിന്റെ ആയാത്തുകൾ ഇറങ്ങി വന്നപ്പോ ആ മനുഷ്യനെ പിന്നെ ആരാ എന്ന് നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ? ഒരു ദിവസം അമീറുൽ മുഅ്മിനീനായിരിക്കുമ്പോ, ഭരണാധികാരിയായിരിക്കുമ്പോ, അദ്ദേഹം ഇങ്ങനെ പരിവാരങ്ങളുമായിട്ട് നടന്നു പോകുമ്പോ ഒരു സാധാരണക്കാരിയായ പെണ്ണ് എതിരെ വരികയാ. ആ പെണ്ണ് എതിരെ വന്നുകൊണ്ട് ഉമർ തങ്ങളുടെ മുമ്പിലെത്തിയപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഏ അമീറുൽ മുഅ്മിനീൻ ഉമറേ, നീ ഇന്ന് വലിയ അമീറാണല്ലോ, ഇന്ന് വിശ്വാസികളുടെ നേതാവാണല്ലോ, എന്നാൽ വന്ന വഴി മറക്കല്ലേ ഉമറേ, വന്ന വഴി മറക്കല്ലേ ഉമറേ. നിനക്കൊരു പഴയ കാലമുണ്ടായിരുന്നടാ ഉമറേ. അന്ന് നീ മലമടക്കുകള് ആട്ടിമ്പറ്റങ്ങളെയും ഒട്ടകക്കൂട്ടങ്ങളെയും തെളിച്ചുകൊണ്ട് പോയവനാ. പിന്നീട് നീ സിറിയയിലേക്ക് കടത്തിവിടുന്ന പട്ടുവസ്ത്രത്തിന്റെ മുതലാളിയായി. പിന്നെ നീ റസൂലുള്ളാഹിനെ കൊല്ലാൻ നടന്നു. പിന്നെ നീ മുസ്ലിമായി, സഹാബിയായി. പിന്നീട് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നീ ഇന്ന് ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. ഉമറേ, വന്ന വഴി മറക്കല്ലേ ഉമറേ. ആരാണ് ഖലീഫ ഉമറിനോട് പറഞ്ഞത്? ഇതാരാണ് ഉമർ, ഇതാരാണ് ഉമർ എന്ന് നമുക്കറിയുമല്ലോ. ശൈത്താൻ പോലും പേടിച്ച് വിറച്ച് മാറി ഒഴിഞ്ഞു പോകുന്ന ഒരു വഴിയിലൂടെ ശൈത്താൻ പോലും ഉമർ വരുന്ന വഴിയിൽ വരില്ലെന്ന് പഠിപ്പിച്ച, എല്ലാവരും ഭയക്കുന്ന കിസ്റയും കൈസറും വിറച്ചു പോകുന്ന മുഖൗഖിസ് രാജാവ് പോലും ഭയന്ന് വിറച്ചു പോയ ധീരനായ വില്ലാൽ, വീരനായ വിജിഗീഷുവായ ഉമർ തങ്ങളോടാ പറയുന്നത്, സഹോദരങ്ങളെ ഉമറേ, നീ പഴയതൊന്നും മറന്നു പോകല്ലേ എന്ന്. ആരാണ് പറഞ്ഞത്? ഏതെങ്കിലും ഒരു കളക്ടർ അല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ അല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ല. പറഞ്ഞതാരാണ്? സാധാരണക്കാരിയായ പ്രജകളിലെ ഒരു പെണ്ണാണ് പറഞ്ഞത്. ഉമറേ, മറക്കല്ല ഉമറേ, നിന്റെ പഴയകാലം
മറക്കല്ലേ എന്ന് പറഞ്ഞു. ആ സമയത്ത് പട്ടാളക്കാര് വന്നിട്ട് പറഞ്ഞു ഉമറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, ആരോടാണ് പെണ്ണെ നീ സംസാരിച്ചത്? ഇതാരെന്നാ നീ കരുതിയത്? ഇത് അമീറുൽ മോമിനീൻ ഉമറല്ലേ? ആ സമയത്ത് അവരെ തടഞ്ഞുകൊണ്ട് ഖലീഫ പറഞ്ഞതെന്തെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? പറയട്ടെ സഹാബ, നിങ്ങൾ വിടൂ, അവള് പറയട്ടെ, പറയാനുള്ളത് പറയട്ടെ. അവള് പറഞ്ഞു തീർന്നിട്ട് പോയാലല്ലാതെ ഞാൻ പോകൂല. അവളെ രാത്രി വരെ നിന്ന് സംസാരിച്ചാൽ ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം അവൾ ഇവിടെ നിന്ന് എന്നെ ഉപദേശിച്ചാൽ, ഉപദേശം നിർത്തിയാലല്ലാതെ ഞാൻ പോകൂല. എന്തുകൊണ്ടാണ്? അത്ഭുതത്തോടെ സഹാബത്ത് ചോദിച്ചു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഈ പെണ്ണ് ഏത് പെണ്ണാണെന്നറിയോ? ഇവളുടെ മനസ്സിനകത്തൊരു വേദന വന്നപ്പോ, തന്റെ ഭർത്താവുമായി ഒരു പ്രശ്നമുണ്ടായിട്ടൊരു സങ്കടം വന്നപ്പോ, ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ചവൻ ഈ പെണ്ണിന്റെ വാക്ക് കേട്ടു, ഇവളുടെ നമ്പരം കേട്ടു, ഇവളുടെ ഹൃദയത്തിന്റെ തുടിപ്പ് മനസ്സിലാക്കിയിട്ട് അല്ലാഹു ആയത്തിറക്കി കൊടുത്ത പെണ്ണാണ് ഖൗല. അതുകൊണ്ട് ഖൗലത്ത് പറയട്ടെ, പറഞ്ഞു തീർന്നിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞു. ഒരു പെണ്ണ് തന്റെ ഭരണാധികാരത്തിന്റെ മൂക്കിന്റെ താഴെ തന്നെ പിടിച്ചു നിർത്തി ആളുകളുടെ മുമ്പിൽ വെച്ച് വിചാരണ നടത്തിയപ്പോ, ഈമാൻ തുളുമ്പുന്ന ഹൃദയത്തിന്റെ ഉടമ മനുഷ്യത്വം കാണിച്ചു. എന്തേ സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിലും മനുഷ്യത്വം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത, മനസാക്ഷി മരവിച്ചു പോയ മൃഗതുല്യനായി ജീവിച്ചിരുന്ന ഉമർ ഇന്ന് മനുഷ്യത്വത്തിന്റെ പ്രതീകമായ എന്തുകൊണ്ടെന്നറിയോ? ആ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട സഹാബി, നമ്മുടെയൊക്കെ നേതാവ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മനുഷ്യത്വം എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയൊരു മഹാനാണ് അല്ലാഹ്. എത്ര ഉദാഹരണങ്ങളാണ് എന്റെ സഹോദരങ്ങളെ. ഖുർആൻ പഠിച്ചാൽ ഒരു മനുഷ്യന് ഖുർആൻ അനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുത്താൽ, ഖുർആൻ അനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടതെന്ന് മാത്രം ജീവിച്ചാൽ മനുഷ്യത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, നമ്മുടെ മുമ്പിൽ എത്ര മഹാന്മാര് തൊട്ടടുത്തല്ലേ. ആദരണീയനായ അത്തിപ്പറ്റ ഉസ്താദ്, നമുക്ക് ആ ഉസ്താദിനെ മറക്കാൻ കഴിയോ? നമ്മുടെ ജീവിതത്തിൽ അത്തിപ്പറ്റ ഉസ്താദിനെ മറക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അദ്ദേഹം ഒരിക്കലും ഒരു എംപിയോ MLA യോ ഒരു മന്ത്രിയോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു വലിയ മുതലാളിയായിരുന്നു. അദ്ദേഹം പലർക്കും അത്ഭുതമായി. അദ്ദേഹം വലിയ മുതലാളിയാണ്. സംശയമുണ്ടോ? ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറയുന്നത് എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എവിടെ വേണോ ധരിക്കാം, എവിടെ വേണോ ധരിക്കാം. ലൈവല്ലേ ഞാൻ പറയുന്നു, അത്തിപ്പറ്റ ഉസ്താദ് വലിയൊരു മുതലാളിയാണ്, ഒരു സംശയമില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മുതലാളിയാണ്. നമ്മുടെ ഇടയിൽ മുസ്ലിങ്ങളുടെ ഒരു പ്രതിനിധിയായി ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്ത്, ഒരുപാട് പേർക്ക് ജോലി കൊടുത്ത്, പള്ളിക്ക് ഒരുപാട് സഹായിച്ച് ഇന്നും വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കാരുണ്യം കാംക്ഷിച്ചു കൊണ്ടുപോകുന്ന എത്ര ചെറുപ്പക്കാരാണ്, എത്ര ഭാവിയുടെ വരദാനങ്ങളാണ് അവിടെ പോകുന്നത്. ആളാരാ? MA യൂസുഫ് അലി സാർ. MA യൂസുഫ് അലി സാഹിബ് പറഞ്ഞു, ഞാൻ മുതലാളിയാണ്, അത്തിപ്പറ്റ ഉസ്താദും മുതലാളിയാണ്. സദസ്സിൽ നിർത്തിക്കൊണ്ടാ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദുനിയാവിന്റെ മുതലാളി, അത്തിപ്പറ്റ ഉസ്താദ് പരലോകത്തിലെ മുതലാളി. മനസ്സിലായ? അത്തിപ്പറ്റ ഉസ്താദിന്റെ മുതൽ എന്താന്ന് മനസ്സിലായോ? പരലോകത്തിലെ മുതലാളിയാണ് എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു തആല കൊടുത്ത 82 വർഷം അത് ജീവിതത്തിൽ മനുഷ്യത്വപരമായി ജീവിച്ച് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ആരോടെങ്കിലും കയർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് ആദർശപരമായിട്ട് മാത്രം. എന്റെ മുഖതാവിൽ എന്റെ മുന്നിൽ വെച്ച് പലരെയും ഷൗട്ട് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനത് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് കേട്ടിട്ടുമുണ്ടാകും. ചില സന്ദർഭങ്ങളിലൊക്കെ ഉസ്താദ് വല്ലാതെ ചൂടാകും. അതിലൊരു ഘട്ടമാണ് ഫോട്ടോ വെച്ചുകൊണ്ട് ഉസ്താദിന്റെ ഏതെങ്കിലും പോസ്റ്റർ അടിച്ചാൽ വല്ലാത്ത ദേഷ്യമാണ്. മഹാന്മാരൊക്കെ പറയുന്നത് എന്താണ്? ഫോട്ടോ വെച്ച് വലിയ മഹാന്മാരുടെ പോസ്റ്ററും ഫ്ലക്സും ഒന്നും അടിക്കാറില്ല. കാരണം അതിന് പ്രാവ് കാട്ടിക്കേണ്ടവരല്ലവർ. നമ്മളെയൊക്കെ ഫോട്ടോ എല്ലാ സ്ഥലത്തും കൊണ്ടൊട്ടിക്കും, പ്രാവ് അതിന്റെ മുകളിൽ ഇരുന്ന് കാട്ടിക്കുന്നത്. അത്ര വില നമുക്കുള്ളൂ. മറിച്ച് മഹാന്മാരായ ആരിഫീങ്ങളായ സാലിഹീങ്ങളായ ഒരു പണ്ഡിതന്മാരുടെയും തൊട്ടടുത്താണ് പാലക്കാട് ജില്ല. ഈ പാലക്കാട് ജില്ലയിലൊന്നും പോണ്ട, തൊട്ടടുത്ത് ആറ്റാശ്ശേരി, അടുത്തല്ലേ ആറ്റാശ്ശേരി അല്ലേ? ചെറുപ്പുളശ്ശേരിക്കടുത്ത് ആറ്റാശ്ശേരി. എന്റെ ആദരണീയനായ ഗുരുനാഥൻ ശൈഖുന തെന്നിന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരിഫീങ്ങളിൽ ഏറ്റവും വലിയ പ്രധാനിയായ, ഏറ്റവും വലിയ ആശിഖുർ റസൂലായ, ഇന്നും എന്റെ സഹോദരങ്ങളെ ആയിരക്കണക്കിന് ആളുകൾ അവിടത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന് തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ, നമ്മുടെ കോളേജിലൊക്കെ വരുമ്പോൾ ആളുകൾ ക്യൂ നിന്നിട്ട് കാണുന്നത് ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വരെ ആ മഹാനുഭാവന്റെ ഒരു ഫോട്ടോ നമ്മൾ ആരും കണ്ടിട്ടില്ല. ആദരണീയനായ ശൈഖുന അതിരാം പട്ടണം ആറ്റാശ്ശേരി കെറ്റി മമ്മിക്കുട്ടി ഹസ്രത്ത് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, അങ്ങ് അതിരാം പട്ടണം, തമിഴ്നാട്ടിലെ അതിരാം പട്ടണത്തെ റഹ്മാനി അറബി കോളേജിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന, ഇപ്പൊ ആറ്റാശ്ശേരിയിൽ താമസിക്കുന്ന ആദരണീയനായ എന്റെ ഗുരുനാഥൻ കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. എവിടെ നമ്മൾ ഫോട്ടോ കണ്ടു? ഇല്ല. സഹോദരങ്ങളെ, ഒരു മഹാന്മാർക്കും അത് ഇഷ്ടമുള്ളതല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെയൊക്കെ ചൂടായ പല സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ അള്ളാഹു താല കൊടുത്തത്? എന്താ കൊടുത്തത്? 63 പ്രാവശ്യം മയ്യത്ത് നിസ്കാരം നടന്നു. നമ്മുടെ പള്ളികളിലൊക്കെ മയ്യത്തുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ഇമാമ പ്രസംഗിക്കും. ഇവിടെ കൊണ്ടോന്ന് എനിക്കറിയില്ല. ഇമാമ പ്രസംഗിക്കാറുണ്ട്. എന്താ പ്രസംഗിക്കുന്നത്? ഇങ്ങനെ നോക്കും, 2 സഫ ആളേ ഉള്ളൂ. അവ എന്താ ഇമാം പറയുന്നത്? പുറകിൽ നിൽക്കുന്നവരിൽ 2-3 പേര് ദയവ് ചെയ്ത് അതിന്റെ തൊട്ട് പുറകിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടതാണ്. കാരണം 3 സഫാക്കൽ സുന്നത്താണ്. അപ്പൊ ആളില്ലാത്തതിന്റെ പേരിൽ നിൽക്കുന്നവർ ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിൽക്കണേ എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം മയ്യത്ത് നമസ്കരിക്കാൻ ആളില്ല. 63 പ്രാവശ്യം മയ്യത്ത് നമസ്കാരം നടന്നു. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് നമസ്കരിച്ചു. അർഹതയില്ലെങ്കിൽ പോലും സുബഹി കഴിഞ്ഞ് സുബഹിക്ക് തൊട്ടുമുമ്പുള്ള ആ തഹജ്ജുദിന്റെ സമയത്തുള്ള മയ്യത്ത് നമസ്കാരത്തിന്റെ ഇമാമത്ത് നിൽക്കാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക്. എന്റെ സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, മൃഗീയതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അവരേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴും ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. നമുക്ക് പോകണം മനുഷ്യ. അതിനെന്താ വേണ്ടത്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കൃത്യമായി. അത് ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. 1 മണിക്കൂറായി. ഇനി ആ 1 മണിക്കൂർ കൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ പറയാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോളി. അള്ളാഹു പറയുകയാണ്, അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين. അലിഫ് ലാം മീം. എല്ലാ മുഫസ്സിരീങ്ങളും അവിടെ എത്തുമ്പോൾ പറയുന്നത്, ഇല്ല, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ അറിയില്ല, അല്ലാഹു അഅലമു ബിമുറാദിഹി. ഇതെന്താണെന്ന് പടച്ചവന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് എല്ലാ മുഫസ്സിരീങ്ങളും അവിടെ നിന്ന് തടിതപ്പുമ്പോ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കണേ എന്നാണ്. അതിനൊരു സൂചന കൊടുത്തു. എന്താണെന്നറിയോ? അലിഫ് എന്ന് പറഞ്ഞാൽ നൃത്തമാണ്, ലാം എന്ന് പറഞ്ഞാൽ റുകൂആണ്, മീം എന്ന് പറഞ്ഞാൽ സുജൂദാണ്. അതിന്റെ മെത്തേഡ് എങ്ങനെയാണ്? അതിന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്? അലിഫ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ്. ലാം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ റുകൂആണ്, മീം എന്ന് പറഞ്ഞാൽ സുജൂദാണത്രേ. ചില മുഫസ്സിരീങ്ങൾ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം എടുക്കാം. അല്ലാഹു അഅലമു ബിമുറാദിഹി. എന്താണ് പടച്ചവൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ നമുക്കറിയില്ല. അല്ലാഹ് പറയുകയാണ്, ദാലികൽ കിതാബ് ലാ
റൈബ ഫീ. ഒരു സംശയം വേണ്ട, ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥം തന്നെയാണ്, അല്ലാഹുവിന്റെ കലാം തന്നെയാണ്, അല്ലാഹുവിന്റെ കലാം തന്നെയാണ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഒരു വാക്ക് പോലും മാറ്റി എഴുതാൻ ആർക്കും കഴിയില്ല. ഒരു വള്ളി പോലും ആർക്കും തന്നെ മാറ്റി എഴുതാൻ കഴിയില്ല. ഇന്നും ആളുകളെ മുറവിളി കൂട്ടുന്നുണ്ട് ജിഹാദിന്റെ 70-ൽ ചില്ലുവാനമായത്തുകളെ ജിഹാദുമായി ബന്ധപ്പെട്ടതാണ്. എടോ, ജിഹാദിന്റെ അർത്ഥമറിയാത്തത് കൊണ്ടാണ് അടുത്തുള്ള ഏതെങ്കിലും നിസ്കാര പള്ളിയിലെ ഒരു പാവപ്പെട്ട ആലിമിനോടെങ്കിലും ചോദിച്ചു നോക്കടാ, ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഈ കരുതിയത്? എന്തേ ജിഹാദ് എന്ന പേര് മാത്രമുള്ളത്? സഹോദരങ്ങളെ, ആ പേര് വല്ലാത്തൊരു പേരാണ്. അറബി ലാംഗ്വേജ് അല്ലേ, അറബീകരിക്കുകയല്ലേ. അതുപോലെ നിങ്ങൾ നോക്കും, മുത്തലാഖ് എന്ന് പറയുന്നത് 3 ഡിവോഴ്സ് 3 ഡിവോഴ്സ് എന്ന് പറയൂലല്ലോ. 3 വിവാഹമോചനം എന്ന് അതും പറയൂല. പറയുന്ന പേരെന്താണ്? മുത്തലാഖ്. തൊലാഖ് എന്ന അറബി വേട് വരുമ്പോ അതിനെ ഒന്ന് ഇസ്ലാമികവൽക്കരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സഹോദരങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. 70ഓളം ഭാഗങ്ങളിൽ ഖുർആൻ ജിഹാദിന്റെ ആയത്തുകളുണ്ട്. അത് ഒരെണ്ണമെങ്കിലും തിരുത്തി കാണണമെന്ന് ആഗ്രഹിച്ച് പാതിരാത്രി ഉറക്കപ്പായെടുത്ത് കയ്യിൽ ചുരുട്ടി വെച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നവരെ, ഒരു ജന്മമല്ലടാ, 100 ജന്മം നടത്തിയാൽ, ഒരു 100 ജന്മം ജനിച്ചാൽ ഖുർആനിന്റെ ഒരു വള്ളിയെ മാറ്റിയരുതോ, ഒരു പുള്ളിയെ മാറ്റിക്കുറിക്കോ ലോക പരിശക്തികൾക്ക് കഴിയില്ല. കാരണം ഗാലികൽ കിതാബ് ലാ റൈബ ഫീ. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഇത് ദൈവിക ഗ്രന്ഥമാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അന്താകിയക്കാര് വരികയാ. ആരാണ് അന്താകിയക്കാരെന്നറിയോ? അവരുടെ നാട്ടിലെത്തിയപ്പോഴാണ് മൂസാ നബിയും ഖിളിർ നബിയും അവരോട് കുറച്ച് വെള്ളം ചോദിച്ചത്. പണ്ട് ആ യാത്രയിൽ വെള്ളം ചോദിച്ചിട്ട് വെള്ളം കൊടുത്തില്ല, ഭക്ഷണം ചോദിച്ചിട്ട് ഭക്ഷണം കൊടുത്തില്ല. അവസാനം അവരുടെ നാടിന്റെ ചുറ്റുമതിൽ പൊളിഞ്ഞു കിടന്നപ്പോ ഖിളിർ നബി എന്ന് പറയുന്ന ഗുരുനാഥൻ ഇരുന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ശിഷ്യന് മൂസാ നബി ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾ എന്തായി കാണിച്ചത്? ഒരു തുള്ളി വെള്ളം തരാത്തവർക്ക് എന്തിനാണ് നിങ്ങൾ മതിൽ കെട്ടിക്കൊടുക്കുന്നത്? ആ സമയത്താണ് ആവശ്യമില്ലാത്തതിന് തലയിട്ടതിന്റെ പേര് തന്റെ ശിഷ്യനെ പിരിച്ചുവിട്ടത്. പഠനശാലയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോഴാണ്. ശേഷം അതിന്റെ കാരണം പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഹോദരങ്ങളെ, ആ നാടിനെ പറ്റി അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇവര് ചെന്നിട്ട് ഭക്ഷണം ചോദിച്ചപ്പോ, ഇവര് ചെന്നിട്ട് വെള്ളം ചോദിച്ചപ്പോ അല്ലാഹു പറയുകയാണ്, മൂസ നബിയും ഖിളിർ നബിയും അവരോട് കുറച്ച് വെള്ളം ചോദിച്ചപ്പോ കൊടുത്തില്ല. എത്ര സങ്കടകരമാണ് ഈ വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക. ഇന്ന് കൊടുത്തിട്ടെടുത്ത് പറയാൻ എത്ര വേദന എന്നറിയോ? കൊടുത്തിട്ടെടുത്തു പറയാ ആളുകൾ. എന്നാ ഈ പറയുന്ന ആളുകൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തവരാണോ? അല്ല. ഒരു ഈത്തപ്പഴം കൊടുത്തവരാണോ? അല്ല. പറയുന്നത് എന്താണ്? ഇവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് മട്ടൻ ചേർത്ത് കൊടുക്കുന്നു, അവർക്ക് ചിക്കന്റെ കാല് കൊടുക്കുന്നു, അവർക്ക് ബീഫ് ഒലത്തിയത് കൊടുക്കുന്നു. ഇതാണ് പരാതി, ഇതാണ് പരാതി. ഈ പരാതി പറയുന്നവർ ഇന്നേ വരെ ഒരു പല്ലിമുട്ടായി ഒരുത്തനും കൊടുത്തിട്ടുണ്ടാവൂല. പാവപ്പെട്ട ആളുകൾ, പാവപ്പെട്ട ഉമ്മമാർ, ഉസ്താദുമാർക്ക് ഭക്ഷണം, അതല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം എന്ന് കേൾക്കുമ്പോ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് കേൾക്കുമ്പോ ആവേശത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്കുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ, തന്റെ മക്കൾക്കുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ രുചികരമായ വർണ്ണക്കൂട്ടുകൾ ചേർത്ത് വെച്ചിട്ട് ഭക്ഷണം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മലപ്പുറം ജില്ലകളിലൊക്കെ വരുമ്പോ കഴിക്കാൻ നമുക്ക് കഴിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്വാദിഷ്ടമായ ഭക്ഷണം. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉമ്മമാരെ, നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ വരില്ല. പക്ഷേ ആളുകൾ പറയുന്നത് എന്താണ്? ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കുന്നവർക്ക് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ്. ഭക്ഷണം കൊടുക്കുന്നു, അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയോ, അന്താക്കിയ കാരണത്തിൽ വന്നിട്ട് ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് നാട്ടുകാർ കൊടുത്തില്ല. മൂസാ നബിക്ക് ഖിളിർ നബിക്കും വല്ലാതെ സങ്കടം വന്നു. അപ്പോഴാണ് ചുറ്റുമതിൽ പൊളിഞ്ഞു കിടക്കുന്നത്. മൂസാ നബി ഖിളിർ നബി ഇരുന്ന്
കെട്ടിക്കൊടുത്തു. മൂസാ നബി ചോദിച്ചു, അല്ല ഉസ്താദെ നിങ്ങൾക്ക് എന്താ ഇത് കെട്ടിക്കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാ കൂലി ചോദിച്ചുകൂടി അവന്മാരെടുത്ത്, അവന്മാർ ചോദിച്ചിട്ടും തരാത്തവന്മാരല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് മോനെ മതി, നീ 3 ചോദ്യം ആവശ്യമില്ലാതെ ആവർത്തിച്ചു, ഇനി നീ ഇതൊക്കെ പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ട സൂറത്തുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, ശ്രദ്ധിക്കണേ, ഉറക്കം വരുന്നില്ലല്ലോ, വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം അന്താക്കിയ കാര്യം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് മൂസാ നബി ഖിളിർ നബി അന്ന് വന്നത് ഈ പുത്തൂരാണെന്നിരിക്കട്ടെ. ഒരു ഉദാഹരണം, കരിങ്കല്ലത്താണിക്കടുത്ത നാട്ടുകല്ലിനടുത്ത പുത്തൂർ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പ്രദേശത്താണ് അന്ന് മൂസാ നബി ഖിളിർ നബി വന്നതെന്നിരിക്കട്ടെ. പണ്ട്, നമ്മളെ കാലമൊന്നും അല്ല, വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്കൊക്കെ മുമ്പ്. അന്ന് ഇവിടെ ഉള്ള ഏതോ ഉപ്പാപ്പന്മാര് ആഹാരം കൊടുത്തില്ല. അതിന്റെ പേരിൽ വിശുദ്ധ ഖുർആനിൽ നബിതങ്ങളോട് ഇത് ഉണർത്തിക്കൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ ഈ ചരിത്രം അള്ളാഹു അവതരിപ്പിച്ചു. പുത്തൂരുകാരി ഭക്ഷണം കൊടുത്തില്ല എന്ന് ആയത്തില്ലെങ്കിൽ പോലും അതിന്റെ തഫ്സീറുകളിൽ പുത്തൂരാണ്, മലപ്പുറം ജില്ലയിലാണ് എന്നൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് നാണക്കേടാണോ? അല്ലേ, നാണക്കേടാ. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ലോക അവസാനം വരെ ഖുർആനുണ്ട്. ഈ ഖുർആൻ ലോക അവസാനം വരെ ആളുകൾ ഓതിക്കൊണ്ടിരിക്കുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഈ നാട്ടുകാരെ പറ്റി മോശമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? യവന്മാര് പച്ചവെള്ളം കൊടുക്കാത്തവന്മാരാണ്. അങ്ങനെ നബിയുടെ മുമ്പിൽ വന്നിട്ട് ആ കാലഘട്ടക്കാര് പറഞ്ഞു, നബിയെ ഞങ്ങൾ വന്നതൊരു ചെറിയൊരു റിക്വസ്റ്റുമായിട്ടാണ്. എന്ത് പറ്റി? അല്ല, പണ്ട് ഞങ്ങളുടെ ഉപ്പാപ്പമാര് ഭക്ഷണം കൊടുക്കാത്തതിനെ പറ്റി ഒരു ആയത്തുണ്ടല്ലോ. അതേ, ഉണ്ട്. അപ്പൊ ഈ അബൗ എന്ന് പറയുന്ന ആ ബാഇന്റെ അടിയിൽ കിടക്കുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ, അബൗവിന്റെ പുള്ളി ഉള്ളതും ഇല്ലാത്ത അക്ഷരങ്ങളുണ്ടല്ലോ അറബിയിൽ. അലിഫിന് പുള്ളിയില്ല, ബാഇന് പുള്ളിയുണ്ട്, താഇന് പുള്ളിയുണ്ട്, സാഇന് പുള്ളിയുണ്ട്, ജീമിന് പുള്ളിയുണ്ട്, ഹാഇന് പുള്ളിയില്ല, ഖാഇന് പുള്ളിയുണ്ട്, ദാലിന് പുള്ളിയില്ല, ദാലിന് പുള്ളിയുണ്ട്, റാഇന് പുള്ളിയില്ല, സായിക്ക് പുള്ളിയുണ്ട്, സീനിന് പുള്ളിയില്ല, ഷീനിന് പുള്ളിയുണ്ട്, സ്വാദിന് പുള്ളിയില്ല, ലാദിന് പുള്ളിയുണ്ട്, താഇന് പുള്ളിയില്ല, ലാഇന് പുള്ളിയുണ്ട്, ഐനിന് പുള്ളിയില്ല, ഫാഇനും ഖാഫിനും പുള്ളിയുണ്ട്, കാഫിനും ലാമിനും മീമിനും പുള്ളിയില്ല, നൂനിന് പുള്ളിയുണ്ട്, വാവിന് പുള്ളിയില്ല, ഹാഇന് പുള്ളിയില്ല, യാഇന് അടിയിൽ 2 പുള്ളിയുണ്ട്. ഈ ബാഇന്റെ അടിയിൽ കിടക്കുന്ന പുള്ളി ഒന്ന് എടുത്ത് അതിന്റെ മുകളിൽ ഇട്ട് തരണം. നബിയോട് ആവശ്യപ്പെടുകയാണ്. ഖുർആൻ അവതീർണമായത് ആർക്കാ? റസൂലുള്ളാഹി തങ്ങൾക്കാണ്. നബിയെ അടിയിൽ കിടക്കുന്ന പുള്ളി എടുത്ത് ഒന്ന് മുകളിലാക്കി തരും. എന്നിട്ട് ഒരു ചേഞ്ച് വരുത്തിയല്ലേ, ഒരു പുള്ളി കൂടെ അധികം കൊടുത്തോളെ. അത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. നാണക്കേടുകൊണ്ട് സഹിക്കാൻ വയ്യ. എന്തെങ്കിലും വന്നാൽ മൊത്തത്തിലാണല്ലോ നാണക്കേട്. അപ്പൊ അതുകൊണ്ട് പണ്ട് ഇങ്ങനെ കാണിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആളുകളൊക്കെ കളിയാക്ക, എടാ നിങ്ങളെ അമ്മക്കറിയാം, ഞങ്ങളെ മറ്റോമാരല്ലേ, നിങ്ങൾ അന്ന് ചാപ്പാട് കൊടുക്കാത്തവന്മാരല്ലേ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കാൻ. അതുകൊണ്ട് നബിയെ ഈ ഒരു പുള്ളി എടുത്ത് അങ്ങ് മുകളിലിട്ട് തന്നിട്ട് ഒരു പുള്ളിയും കൂടെ അധികം ഒന്ന് കൊടുത്തു തരുമോ? അപ്പൊ എന്തായി അർത്ഥം? അർത്ഥം എന്തായി? നമുക്ക് അങ്ങനെ ഓതിക്കൂടാ. എങ്കിലും ഞാൻ പറയാം, അത്തൗ അയ്യുളയ്യിഫുഹുമാ, അവർ ഓടി വന്നപ്പോൾ ഇവർ ഭക്ഷണം കൊണ്ട് ഓടി അടുത്ത് ചെന്നു എന്നായ അർത്ഥം. നേരെ അർത്ഥം അങ്ങ് തിരിഞ്ഞ്. ഇത്ര മാത്രം ഒന്ന് ചെയ്തു തരണം, ഞങ്ങൾ അങ്ങയുടെ കൂടെ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, പകല് ആകാശത്തിൽ എന്താ കാണുന്നേ? സൂര്യൻ. രാത്രിയാണെങ്കിലോ അത് ചന്ദ്രൻ. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഈ വലത്തെ കയ്യിൽ സൂര്യനെയും എന്റെ ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും നിങ്ങൾ പിടിച്ചു തന്നാൽ പോലും ഒരു പുള്ളിക്ക് വ്യത്യാസം വരുത്താൻ എനിക്ക് കഴിയില്ല. ഇത് പടച്ചവന്റെ ഗ്രന്ഥമാണ്. ലാ റൈബ ഫീഹി, ഒരു സംശയവും വേണ്ട മക്കളെ, എന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് ഖുർആന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ഒരു പുള്ളി ഒന്നും മാറ്റിയിട്ട് ഒരു സമുദായത്തെ രക്ഷപ്പെടുത്താൻ, ഒരു സമുദായത്തെ രക്ഷപ്പെടുത്താൻ, ഒരു സമുദായത്തിന്റെ ദുഷ്പേര് മാറ്റി കൊടുക്കാൻ, ഒരു സമുദായത്തിന്റെ നല്ല പേര് സൽപേര് ലോകം മുഴുവനും ആഘോഷിക്കാൻ ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകന് തയ്യാറായില്ല. കഴിയില്ല എന്ന് ശാഠ്യം പിടിച്ചു. എന്തുകൊണ്ടാണ്? ഇത് ദൈവിക ഗ്രന്ഥമാണ്, ദൈവിക ഗ്രന്ഥമാണ്. ഒരിക്കലും അതിനെ മാറ്റാൻ ഒരിക്കലും കഴിയില്ല. ഫേസ്ബുക്കിൽ ഇട്ടത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് തിരുത്താം. കാരണം നമ്മൾ ഇട്ടതാണ്. അതിലെന്ത് ഇജാസ്, അതിലെന്ത് അമാനുഷികത? ഒന്നുമില്ല. എന്താ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ? എഫ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് എന്നല്ല, ഫേക്ക് ന്യൂസ് എന്നാണ് അർത്ഥം. ഞാൻ വേറൊന്നും പറയണല്ല. നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ സാമ്രാട്ട് ജനാബി എരഞ്ഞോളി മൂസ 2 ആഴ്ചകൾക്ക് മുമ്പ് വന്നിട്ട് ലൈവില് പറയാണ്, ഞാൻ ജീവനോടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ഞാൻ മരിച്ചിട്ടില്ല മക്കളെ, ഞാൻ ജീവനോട് എപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. കാരണം ഏവനോ തട്ടി ഇറക്കി കൊടുത്ത് എരഞ്ഞോളി മൂസ മരിച്ചുപോയി. പിറ്റേന്ന് ആളുകളെ വീട്ടിന്റെ മുമ്പിൽ നിരന്നു.
അല്ലേ? ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാണ്, എന്റെ പ്രിയപ്പെട്ട, സത്യവും വരുന്നുണ്ട് അസത്യവും വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഒരിക്കലും വിശുദ്ധ ഖുർആനിനെ ഒരിക്കലും ഒരു പുള്ളിക്ക് വ്യത്യാസം വരുത്താൻ കഴിയില്ല. ലാ റൈബ ഫീഹി, ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. വെല്ലുവിളിച്ചില്ലേ? വെല്ലുവിളിച്ചില്ലേ? ഇത് ഏത് കാലത്താണ്? സാഹിത്യ സാമ്രാട്ടുകളുടെ കാലമായിരുന്നു. ദുഃഖം, സങ്കടം അടക്കി പിടിച്ച് നിൽക്കുന്ന സമയത്തും അവർക്ക് നിമിഷ നേരം കൊണ്ട് കവിതകൾ വരുന്ന കാലം. സങ്കടം വന്ന് നിൽക്കുമ്പോ, നമുക്ക് ആർക്കെങ്കിലും സങ്കടം വരുമ്പോ ഭയങ്കര പേടി വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഓർമ്മ വരുമോ? ഒന്നും വരില്ല. പണ്ട് ഈ വീഗാലാൻഡിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, എന്താ എനിക്ക് പറയുന്നത്, സദ്ദാം എന്താ പറയുന്നത്, കറങ്ങിയിട്ട് ചെന്ന് വെള്ളത്തിൽ വീണ സാധനം എന്താണ്? എന്ത് സ്ലൈഡാ? മനസ്സിലായല്ലോ നിങ്ങൾക്ക് കാര്യം? മുകളിൽ കയറിയിട്ട് കറങ്ങി നേരെ ചെന്ന് വെള്ളത്തിലായിരിക്കും വീഴുന്നത്, അല്ലേ? അപ്പൊ യവൻ കറങ്ങി ചെന്ന് വീഴുമ്പോ ആരാന്റെ ഭാര്യയായിരിക്കും അവിടെ കിടക്കുന്നത്. അതൊക്കെ വേറെ വിഷയം, പോട്ടെ. അപ്പൊ ഏതാണെങ്കിലും ഈ കറങ്ങി ചെന്ന് വെള്ളത്തിൽ വീണൊരു സാധനം ഉണ്ട്. അതിന് ഇംഗ്ലീഷ് ഞാൻ അവിടെ പോയിട്ടില്ല, എനിക്ക് അതിന്റെ പേരും അറിയില്ല. ഞാൻ പറയാ, അതിൽ 2 സുഹൃത്തുക്കൾ കറങ്ങാൻ വേണ്ടി പോയി അതിന്റെ മോളിൽ കയറി. പകുതി കഴിഞ്ഞപ്പോ വേഗത കൂടി. അപ്പൊ സങ്കടമായി. കാരണം എന്തായിരുന്നാലും മറ്റോ പറഞ്ഞ അളിയാ മിക്കവാറും മരിക്കും നമ്മള്. കാരണം ഭയങ്കര വേഗതയാ. ഇത്രയൊന്നും വേഗത സാധാരണ ഉണ്ടാവാറില്ല. അതുകൊണ്ട് അളിയാ നീ പെട്ടെന്ന് കലിമ എല്ലിക്കോളാൻ പറഞ്ഞു. യവൻ വെപ്രാളത്തിൽ ചൊല്ലി എന്താ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറയാൻ അപ്പോഴവന് പറ്റൂല. കാരണം എന്താണ്? വെപ്രാളത്തിൽ അവന് മാറിപ്പോയി പറഞ്ഞത്. അപ്പൊ നമുക്കൊരു ദേഷ്യം വരുമ്പോഴോ, സങ്കടം വരുമ്പോഴോ, വെപ്രാളം വരുമ്പോഴോ, പേടി വരുമ്പോഴോ, ഭയം വരുമ്പോഴോ നമുക്ക് ഒരിക്കലും നമുക്ക് കവിതകളോ പ്രസംഗങ്ങളോ ഒന്നും വരില്ല. ടെൻഷനായിരിക്കും, അല്ലേ? എന്നാൽ സാഹിത്യകാരന്മാരുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ അവതീർണമാകുന്ന സമയത്ത് നിമിഷ നേരങ്ങൾ കൊണ്ട് കവിതകൾ ഉണ്ടാക്കിയിരുന്ന കാലമാണ്. ഇംറുൽ ഖൈസ് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹത്തെ ആരോ അടിച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി അവസാന അന്ത്യാഭിലാഷമായിട്ട് ചോദിച്ചു, അല്ല ഇംറുൽ ഖൈസെ, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു അരവരി കവിത എഴുതണം, അത്ര ആഗ്രഹമേ ഉള്ളൂ. ഒരു അരവരി പാട്ട് എഴുതണം, അത്ര എനിക്കുള്ളൂ. പക്ഷെ എനിക്ക് വേറൊരു ആഗ്രഹം കൂടിയുണ്ട്. ആ പാട്ട്, ആ കവിത നിങ്ങൾ എന്നെ കൊന്നിട്ട് നിങ്ങൾ എന്റെ 2 പെൺമക്കളെടുത്ത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. വാങ്ങി നോക്കിയപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ അതിനകത്ത് ഉണ്ടായിരുന്നത്? മരണം തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. വാളും കൊണ്ട് ആരാച്ചാര തൊട്ട് മുമ്പിൽ നിൽക്കാൻ. ആ സമയത്ത് ആ മനുഷ്യൻ പാടി, യബ്നത ഇംറുൽ ഖൈസി ഇന്നാ ബാകുമാ. എന്താണ് അർത്ഥം? ഇംറുൽ ഖൈസിന്റെ പെൺമക്കളെ, നിങ്ങളെ വാപ്പ, നിങ്ങളുടെ ഉപ്പ, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ എഴുതിയിട്ടില്ല. ഇയാളെ കൊന്നു. ഈ അരവരി കവിതയും കൊണ്ട് നേരെ പോയി ആരെടുത്താ? അന്ത്യാഭിലാഷമല്ലേ? പെമ്മക്കളെടുത്ത് പോയി. പെമ്മക്കൾ വാങ്ങി ആ കവിതയുടെ ശ്രുതിയും ആ കവിതയുടെ പിന്നെന്തൊക്കെ ഉണ്ടല്ലോ, ചിലർ പറയുമല്ലോ അതില്ല ഇതില്ല അവിടെ ഇച്ചിരി കുറവുണ്ടെന്നൊക്കെ പറയണ സംഗതികളൊക്കെ എല്ലാം കൂടെ നോക്കിയപ്പോൾ പെമ്മക്കൾക്ക് കാര്യം പിടികിട്ടി. അവര് ബാക്കി പൂർത്തീകരിച്ചു. എന്താണെന്നറിയോ? ഇംറുൽ ഖൈസ് മരണത്തിന് തൊട്ട് മുമ്പ് എഴുതിയത് ഒറ്റ വരി, അരവരി. യബ്നത ഇംറുൽ ഖൈസി ഇന്നാ ബാകുമാ, നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ പൊന്നാര മക്കളെ. ഇത്ര എഴുതിയപ്പോൾ ബാക്കി ആ പെൺമക്കള് കൊലയാളികൾ കൊണ്ടുകൊടുത്ത കവിതയുടെ പകുതി കണ്ടപ്പോ ആ പെൺകുട്ടികള് ബാക്കി അങ്ങ് പൂർത്തീകരിക്കുകയാണ്. ഖതീലുൻ ഫഇന്നൽ ഖാതിലാനി ലദൈകുമാ. അവര് ബാക്കി അങ്ങ് പൂരിപ്പിച്ചു. അതേപോലെ പൂരിപ്പിച്ചതാ. എന്താണ് പെണ്ണുങ്ങളെ പൂരിപ്പിച്ചതെന്നറിയോ? നിങ്ങളുടെ ഉപ്പ പൊന്നാര മക്കളെ എന്ന് എഴുതിയ കവിതയുടെ ബാക്കി അവര് പൂർത്തീകരിച്ചത് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്, കൊലയാളികൾ നിങ്ങളുടെ മുമ്പിലുണ്ടെന്നാണ്. സഹോദരങ്ങളെ, ആ നിമിഷം ആ പെൺകുട്ടികൾ അവരെ കൊന്നു എന്നല്ലേ? ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിക്കണേ. നിമിഷ നേരം കൊണ്ട് കവിതകൾ എഴുതാൻ കഴിയുന്ന ബുദ്ധിജീവികളായിരുന്ന, വിജിഗീഷുകളായിരുന്ന, ബുദ്ധിരാക്ഷസന്മാരായിരുന്ന ബുദ്ധിജീവികളുടെ ഇടയിലേക്ക് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിക്കൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങളൊരു അധ്യായം കൊണ്ടുവരണ്ട, ഒരു ആയത്ത് കൊണ്ടുവരണ്ട, ഒരു ആയത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ? ആരും അന്ന് ഏറ്റെടുത്തില്ല, ഇന്നും ആരും ഏറ്റെടുക്കുന്നില്ല, നാളെയും ഇൻഷാ അല്ലാഹ് ആരും ഏറ്റെടുക്കുകയില്ല. ലോകാവസാനം വരെ നിന്നാലും ആരും ഏറ്റെടുക്കില്ല. അതേ ഖുർആനിന്റെ വെല്ലുവിളി ഇന്നുമുണ്ട് കൂട്ടരെ. അതുകൊണ്ട് പഠിച്ചോ, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, സംശയമില്ല. ഈ ഖുർആൻ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, ഹുദൽ ലിൽ മുത്തഖീൻ.
ഈ ഖുർആൻ മുത്തഖീങ്ങൾക്ക് ഹുദയാ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഈ ഖുർആൻ ഹാദിയാണ്, ഈ ഖുർആൻ ഹുദയാണ്, ഈ ഖുർആൻ ദിശാബോധം നൽകുന്നതാണ്, ഈ ഖുർആൻ മാർഗദർശനം നൽകുന്നതാണ്, ഈ ഖുർആൻ വഴികാട്ടിയാണ്, ഈ ഖുർആൻ ഒരു പൈലറ്റാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, നമ്മൾ മുത്തഖീങ്ങളാകണേ. മുത്തഖീങ്ങളാകണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ? അല്ലാഹു തൊട്ടുടനെ പറയുകയാണ്, അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. എന്നെ കേൾക്കാൻ വേണ്ടി പുത്തൂരി വന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയുകയാ, വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഹാദിയാകണമെങ്കിൽ നമ്മൾ മുത്തഖീങ്ങളാവുക. അങ്ങനെ മുത്തഖീങ്ങളാകണോ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. അദൃശ്യ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കേണ്ടവരാണ്. ഈ പുത്തൂരെന്നെ കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ സഹോദരങ്ങള്, ഞാനും നിങ്ങളും ആ വിഷയത്തിൽ A+ നേടിയവരാണ്. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാ. ഈ സദസ്സിൽ അല്ലാഹയെ കണ്ടവരാരാ? ആരും ഉണ്ടാകൂല. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നില്ലേ? ഈ കൂട്ടത്തിൽ ആരാണ് പ്രവാചകന്മാരെ കണ്ടിട്ടുള്ളത്? ആരുമില്ലല്ലോ. എന്നിട്ടും നിങ്ങൾ ഞാനും പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുന്നില്ലേ? ഇരിക്കുന്ന സഹോദരിമാരിലോ നിങ്ങളിലോ മലായിക്കത്തുകളെ കണ്ടവരാരാ? ഒരു മലക്കിനെ കണ്ടവരുണ്ടോ? മലായിക്കത്തുകളെ കാണാതെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ ഇതാണ് എന്ന് നമ്മുടെ ഉലമാക്കളെ പറഞ്ഞു തന്നതല്ലേ നമ്മൾ വിശ്വസിച്ചത്? റസൂലുള്ളാഹി ജിബ്രീൽ ഓതിക്കൊടുത്തത്, ജിബ്രീൽ മുത്തുനബിക്ക് ഓതിക്കൊടുത്തത്, മുത്തുനബി സഹാബത്തിന് ഓതിക്കൊടുത്തത്, അവർ എല്ലിംഗസനങ്ങളിലും അതുപോലെ മരച്ചില്ലകളിലും അതുപോലെ തോലുകളിലും തൊലികളിലും എഴുതി വെച്ചത് നമ്മൾ കണ്ടില്ലല്ലോ. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുകയല്ലേ? ലോകാവസാനം എന്നത് ഞാനും നിങ്ങളും വിശ്വസിക്കുകയാണല്ലോ. ഇന്ന് വരെ ലോകാവസാനം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ സഹോദരങ്ങളെ, സിറാത്ത് കണ്ടിട്ടുണ്ടോ? സ്വർഗനരകങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുകയാണല്ലോ. അതാണ് അല്ലാഹു പറഞ്ഞത്, അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ വിഭാഗക്കാരാണ്. ഈ സദസ്സിൽ അല്ലാഹയെ കണ്ടവരാരാണ്? ഒരു മനുഷ്യൻ ഉണ്ടാവൂല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പോകണം. നിങ്ങൾ പറയുന്ന ഏത് ജോലിയും ചെയ്യും. ഈ തെങ്ങിൽ അത്രയും ആണെങ്കിൽ ഞാൻ കയറി തേങ്ങ ഇട്ടുതരാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ അല്ലാഹയെ കണ്ടവരുണ്ടെങ്കിൽ എഴുന്നേക്ക്. ഇനിയിപ്പോ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഭ്രാന്ത്, ഇല്ലെങ്കിൽ എനിക്ക് മുഴുവൻ ഭ്രാന്ത്. ഇതല്ലാതെ വേറെന്ത് പറയാനാ? പടച്ചോനെ കാണാൻ പറ്റൂല സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും ഈ ലോകത്ത് വെച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ നേരെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത്. ഇവിടെ വെച്ച് കാണാൻ ശ്രമിച്ച മൂസാ നബി പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ ശക്തനാണ്. തളർന്ന് വീണുപോയില്ലേ? ലോകത്തെ ഏറ്റവും വലിയ പർവ്വതം ഏതാ? അത് തൂര് പർവ്വതമാണ്. ആ പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞു പോയില്ലേ? അല്ലാഹുവിന്റെ കോടാന കോടി പ്രകാശങ്ങളിൽ ഒരു ചെറിയ പ്രകാശ തൂര് സീനാ പർവ്വതത്തിന്റെ തീപ്പാല മരത്തിന്റെ മുകളിൽ കണ്ടപ്പോ സഹോദരങ്ങളെ, ആ സമയത്ത് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ, ശക്തനായ പ്രവാചകൻ, ഏറ്റവും വലിയ ശക്തമായ പർവ്വതം പൊടിഞ്ഞ് തകർന്ന് തരിപ്പണമായി മൂസാ നബി ബോധം കെട്ട് വിയർത്തൊലിച്ച് മലർന്ന് ഒരു ഈത്തപ്പന വിരുമ്പുലങ്ങ് വീടുപോയില്ലേ? നിബിതങ്ങളെ അല്ലാഹു എവിടെയാ കൊണ്ട് കാണിച്ചു കൊടുത്തത്? അങ്ങ് വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു. ഇവിടെ കാണിക്കാൻ പറ്റുന്ന സാധനമല്ല. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? ആരെന്ത് പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ അല്ലാഹ് മതിയെന്ന് നമ്മൾ പറയുന്നില്ലേ? ആരെന്ത് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പറ്റി ആരൊക്കെ എന്തു പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. എന്തോ പറഞ്ഞോട്ടെ സഹോദരങ്ങളെ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങനെയാണ്. വേറെ ഒരാളെയും അല്ലാഹു ശിക്ഷിക്കൂല. ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ അല്ലാഹു വേറൊരാൾക്ക് ശിക്ഷ കൊടുക്കൂല. പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ല. ജനങ്ങൾ എല്ലാവരെയും ശിക്ഷിക്കും. കിട്ടാൻ കാത്തിരിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും അല്ലാഹുവിന് വേണ്ടിയിട്ടല്ലേ സർവ്വതും. അല്ലേ? റാബിയത്തുൽ അദബിയ റളിയല്ലാഹു, നമ്മൾ ആരോടും നമുക്ക് വെറുപ്പ് വേണ്ട, ആരോടും നമുക്ക് ദേഷ്യം വേണ്ട. റാബിയത്തുൽ അദബിയ എന്ന നിങ്ങളുടെയൊക്കെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന, ലോകത്തുള്ള മുഴുവൻ മഹിളകളുടെയും നേതൃത്വം അലങ്കരിക്കുന്ന ബീവി റാബിയത്തുൽ അദബിയ എന്ന ആ മഹദി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ശൈത്താനോട് വെറുപ്പുണ്ടോന്ന് ചോദിച്ചു. ശൈത്താനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടോന്ന് ചോദിച്ചു. അവര് പറഞ്ഞെന്താ? എനിക്ക് ഒരു വെറുപ്പുമില്ല.
എന്താ കാര്യം? വെറുക്കാൻ ഹൃദയത്തിൽ സ്ഥലം വേണ്ടേ മക്കളെ? അങ്ങനെ വെറുക്കാൻ ഒരു ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കൂടെ അള്ളാഹയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിറയ്ക്കൂലേ സ്നേഹം? അതുകൊണ്ട് എനിക്കെന്ത് വെറുപ്പാ? ഒരു വെറുപ്പുമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ കാണാതെ അവനെ വിശ്വസിക്കുന്നു, അവന് വേണ്ടി പാതിരാത്രി ഇത്രയും സമയത്ത് ഒരുമിച്ചുകൂടി എന്തിന്റെ പേരിലാ നിങ്ങൾ? മണി എത്രയായി? 11:15 മണി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നത് ഇവിടെ. ആർക്കും പായസം വിളമ്പുന്നില്ല, ഉണ്ടോ? ആർക്കും ചാപ്പാടും കൊടുക്കുന്നില്ല. ഇതിൽ വരാത്തവരാരെയും മഹല്ലിൽ നിന്ന് പുറത്താക്കൂല, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഇരിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് നാളെ ഈ ഇരുത്തം ഒരു സ്വർഗപ്രവേശനത്തിന് കാരണമാകാനാ. നിങ്ങൾ ഈ രാത്രി ഒരുമിച്ചുകൂടിയതും അള്ളാഹു ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ്.